നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന്റെ വചനത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ എക്സ്പീരിയൻസുകളിലേക്ക് വരുവാൻ ഇടയായിത്തീരും. ഒന്നിനെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസുകളിലേക്ക് മുന്നോട്ട് പോകാം. വചനം മുറുക്കെ പിടിച്ചോണം. വചനം നമ്മുടെ എങ്ങനെയാണ് കർത്താവിന്റെ നന്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോവുക എന്നുള്ളതിന് ദൈവം തന്നെ വെച്ചിരിക്കുന്ന വാക്തത്വമാണ്. രണ്ടാമതായിട്ട് ആ വാക്തത്വങ്ങൾ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് പരിശുദ്ധ ആത്മാവ്. ഇത് രണ്ടും കൂടാതെ നമുക്ക് നടക്കത്തില്ല. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് തിരുവചനങ്ങളെ കേട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ബലപ്പെടാം. കർത്താവിന്റെ വചനം നമുക്ക് തുണയായിട്ടിരിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ വചനം നമുക്കൊരു അനുഗ്രഹമായി തീരും. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം കൊണ്ട് വായിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവിന്റെ വചനം കേൾക്കുന്ന ഓരോ സമയത്തും, നിങ്ങളൊരു വിശ്വാസി ആയിരിക്കുന്ന സമയത്ത്, നമുക്ക് പലപ്പോഴും ബൈബിളിൽ പലയിടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും ദൈവത്തിന്റെ വചനം, കർത്താവിന്റെ വചനം എവിടെയൊക്കെയാണോ നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് അവിടെയൊക്കെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്തുതിഗീതങ്ങൾ. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതൊക്കെ ബൈബിളിൽ പലയിടങ്ങളിലും കാണാൻ പറ്റും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ പാടുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതയുണ്ട്? ചില സമയങ്ങളിൽ ചിലർ പറയുമ്പോൾ ഞാൻ പാടി സ്തുതിച്ചു കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു ആനന്ദം ഉണ്ടാകാറുണ്ട്, മനസ്സിൻ്റെ അകത്തൊരു സന്തോഷം ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്നത്, ആനന്ദം ഉണ്ടാകുന്നുള്ളത്? നിങ്ങൾ ശ്രദ്ധിച്ചോണം, എനിക്ക് അറിയത്തില്ല. ഇതിന്റെ പിന്നിൽ വലിയൊരു മർമ്മമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മൾ പലപ്പോഴും ഒത്തിരി പാട്ടുകൾ കേൾക്കാറുള്ള ആൾക്കാർ അല്ലേ? നിങ്ങളൊക്കെ പാട്ടുകൾ കേൾക്കാറുണ്ട്, പാട്ടുകൾ പാടാറുള്ള ആളുകളാണ്. ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് സ്തുതി. നമുക്കറിയാം, ബൈബിൾ വായിക്കുന്ന സമയത്ത് പിശാചിന്റെ ജോലി തന്നെ, പിശാചിന്റെ ഡ്യൂട്ടി തന്നെ അവൻ ചിറക് വിരിക്കുമ്പോൾ ലോകത്തിലെ സകല സംഗീത ഉപകരണങ്ങളും അവന്റെ ചിറകിന്മേൽ വഹിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? ഇവൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് ഇവന്റെ സംഗീതം അല്ലെങ്കിൽ ആരാധന വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ അവനെ വെട്ടി താഴിട്ടതിന് ശേഷം അവന്റെ എല്ലാം നഷ്ടപ്പെട്ടു. എങ്കിലും ദൈവത്തിന് സംഗീതത്തോടുള്ളതും സ്തുതി ഗീതങ്ങളോടുള്ള ഇൻട്രസ്റ്റ് ദൈവത്തിന് പോയിട്ടില്ല. എന്നാൽ നമ്മളുമായിട്ട് എന്താണ് ഈ സ്തുതിഗീതങ്ങൾക്ക് ബന്ധം? നമ്മൾ പലപ്പോഴും നല്ല ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ആരാധിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരത്തിന്റെ അകത്തും, എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒക്കെ തളർന്നിരിക്കുമ്പോൾ നല്ലൊരു സ്തുതിഗീതങ്ങളിലേക്ക് നമ്മൾ അതിൽ ഉൾക്കൊള്ളുമ്പോൾ, ഒരു ആരാധനയിൽ പങ്കുചേരുമ്പോൾ നമ്മൾ പോലും അറിയാത്ത ഒരു എനർജി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാലല്ലോ കുറുനടപ്പുണ്ടാകുന്നല്ലോ. ഇനി അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യും. അപ്പൊ എന്താണ് ഇത്രത്തോളം പ്രസ് ചെയ്ത് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഇത്രത്തോളം പ്രസ് ചെയ്ത് പറയുകയാണ്? ആത്മാവ് നിറഞ്ഞിട്ട് സങ്കീർത്തനങ്ങളാലും, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല, അടുത്തത് സ്തുതികളാലും, അടുത്തത് പറയുന്നു ആത്മീക ഗീതങ്ങളാലും. ശ്രദ്ധിച്ചോണം, ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യുകയും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മൾ പാടുന്ന സ്തുതി ഗീതങ്ങൾക്ക് നമ്മളെ ആത്മീകമായി വർദ്ധിപ്പിക്കുവാൻ കഴിയും. ഒന്നുകൂടെ പറഞ്ഞാൽ, നിങ്ങൾ നന്നായിട്ടൊന്ന് സ്തുതിച്ച് ആരാധിച്ചാൽ നിങ്ങളുടെ സകല വിഷയങ്ങളും കൊടഞ്ഞു നീക്കുന്നത് പോലെ നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എന്താണ് ഈ മ്യൂസിക്കിന്റെ അകത്ത് അല്ലെങ്കിൽ സ്തുതികൾക്കകത്ത് ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇത്രയും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്? എന്താണ് ഇതിന്റെ മർമ്മം? അത് നമുക്ക് അതിലേക്കൊന്ന് വരാം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പാട്ട് പാടി ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ പാടുന്ന പാട്ട് ശ്രദ്ധിച്ചു പാടണം. കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും ദുരിതത്തിന്റെയും ശാപത്തിന്റെയും പാട്ടുകൾ പാടരുത്. ചില പാട്ടുകൾ അങ്ങനത്തെ പാട്ടുണ്ട്. ഞാൻ അങ്ങനെ പാട്ടുകൾ എടുത്തു പറയുന്നില്ല, നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. നമ്മൾ ചില പാട്ടുകൾ പാടിയാൽ ആ പാട്ട് പാടുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതമായിത്തീരും. നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ നമ്മൾ പാടുന്ന പാട്ടുകൾ പോലും നമ്മളെ എന്ത് ചെയ്യും? സ്വാധീനിക്കും. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. സങ്കീർത്തനങ്ങൾ, ആത്മാവ് നിറഞ്ഞ് സങ്കീർത്തനം. അപ്പൊ നിങ്ങൾ ആത്മാവിൽ നിറയുമ്പോൾ നമ്മൾ സ്തുതിക്കുകയും
ആത്മീയ ഗീതങ്ങളും തമ്മിൽ പാടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ പാട്ടുകൾ പോകുന്നത്. ഈ ഹൃദയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ വിശ്വാസം വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മുടെ വിശ്വാസം ഉണ്ടാകുന്നത് ബൈബിളിൽ പറഞ്ഞു ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിക്കണമെന്ന് മർക്കോസിൽ പറയുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് അതായത് ഹൃദയം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്നാണ് ആത്മാവിലെ വിശ്വാസം സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ ജീവിതങ്ങൾ. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ എന്ന് പറയുവാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി തരുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന വിശ്വാസം. എത്ര ഭയങ്കര വിഷയമാണെങ്കിലും, എത്ര പ്രതികൂലമായി നിൽക്കുന്ന വിഷയമാണെങ്കിലും നിങ്ങൾ വാഗൊണ്ട് കൽപ്പിക്കുവാൻ നിങ്ങൾക്ക് ഒരു ധൈര്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നാ കുഴപ്പമെന്നറിയാം, ഒരു പ്രശ്നം വരുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തും, പെറുപെറുക്കും നമ്മൾ. ഞാൻ കുറെ പ്രാർത്ഥിച്ചു, കുറെ സ്തുതിച്ചു, കുറെ സ്തോത്രവാഴ്ച കൊടുത്തു, കുറെ ദൈവത്തെ ആരാധിച്ചു, പക്ഷെ എന്റെ ജീവിതത്തിൽ മുഴുവനും സീറോയാ, പരാതി പറയാൻ പറ്റും. കാര്യം വിശ്വാസം വർക്കാകാതിരിക്കുമ്പോൾ പെറുപെറുപ്പ് പൊങ്ങി വരും. എന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ എവിടുന്നില്ലാത്തൊരു ധൈര്യവും എവിടുന്നില്ലാത്ത ഒരു ബലവും, അവിടെ വിഷയം അവിടെ തന്നെയുണ്ട്, വലിയ ധൈര്യമൊന്നുമില്ലെങ്കിൽ എവിടുന്നൊക്കെയോ ഒരു ബലം, എന്നിട്ട് നിങ്ങൾ ആ ബലത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് യേശുവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണും, അല്ലെങ്കിൽ ആ വചനം വിളിച്ചു പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ സ്തുതിഗീതങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഇടയായിത്തീരും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, നമ്മൾ ഈ പാട്ട് പാടുന്നതും സ്തുതിക്കുന്നതും നമ്മുടെ ശരീരവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളിപ്പം വിശന്നിരിക്കുമ്പോൾ, ഞാൻ സംശയം വെച്ചിട്ട്, വിശന്നിരിക്കുമ്പോൾ പാട്ട് കേട്ടാ വിശപ്പ് മാറും? നന്നായിട്ട് വിശന്നിരിക്കുമ്പോൾ ഇല്ല ഇല്ല ഇല്ല. ഞാനത് ചോദിക്കുന്നതിന് തെറ്റല്ലേ? ആമേൻ. നമ്മൾ നന്നായിട്ട് വിശന്നിരിക്കുമ്പോൾ നല്ല ഇഷ്ടമുള്ള ഒരു പാട്ട് കേട്ടാൽ, ഒരു ആരാധന ഗീതം കേട്ടാൽ നമുക്ക് വിശപ്പും മാറത്തില്ല, ക്ഷീണവും മാറത്തില്ല. വിശപ്പിന് നമുക്ക് ശരീരത്തിന് ആഹാരം വേണം, വെള്ളം വേണം. പിന്നെ എന്തിനാണ് ഈ മ്യൂസിക് എങ്ങോട്ടുള്ളതാണ്? എനിക്ക് എന്തായാലും ശരീരത്തിന് എത്ര മ്യൂസിക് കേട്ടാൽ എന്റെ വിശപ്പ് മാറത്തില്ല, എത്ര മ്യൂസിക് കേട്ടാൽ എന്റെ ദാഹവും മാറത്തില്ല. പിന്നെ ഈ മ്യൂസിക് ഒക്കെ എങ്ങോട്ടാണ്? ഈ സ്തുതികളും ഗീതങ്ങളും എങ്ങോട്ടാ പോകുന്നത്? ഇത് പോകുന്നത് എന്റെ ഹൃദയത്തിലേക്കാണ്. ഇപ്പൊ മനസ്സിലായി? ഇവിടെ ചെന്നിട്ട് എന്റെ വിശ്വാസത്തെ പോലും സ്വാധീനിക്കുവാൻ ഈ സ്തുതികൾക്ക് കഴിയും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ലീഗ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, വീഞ്ഞ് കുടിച്ചു മത്തരാകരുത്, അതിനകത്ത് കള്ള് കുടിച്ച് മത്ത് പിടിക്കരുത്, അതിനാൽ ദുർനടപ്പുണ്ടാവും. ചിലർ കണ്ടിട്ടില്ല, കള്ള് കുടിച്ചിട്ട് നേരം വെളുപ്പം ബോധം വരുമ്പോൾ ഈശോ ഞാൻ ചെയ്തത് മുഴുവൻ തെറ്റായി പോയി, അതെന്താ ഇപ്പൊ ഓർമ്മ വന്നത്, അപ്പൊ ഓർക്കാത്ത എന്തുകൊണ്ടാണ്? ബോധം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അപ്പോസ്തലൻ പറയാണ്, വീഞ്ഞ് കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. പക്ഷെ നിങ്ങൾ എന്നാ ചെയ്യണം എന്നറിയാവോ? ആത്മാവിൽ നിറയണം. ഞാനത് പണ്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ആത്മാവിൽ നിറയുക എന്നുള്ളത്, അതുകൊണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്തത് പറയുകയാണ് സങ്കീർത്തനങ്ങൾ. ഈ സമയത്ത് ലേഖനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഒരു കീർത്തനമാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സങ്കീർത്തനം എന്നുള്ളത് വാക്യം പോലെ നമ്മൾ വായിക്കേണ്ടത്, അത് പാട്ടുകളാണ് ശരിക്കും പറഞ്ഞത്. അത് കീർത്തനങ്ങളായിരുന്നു സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് സ്തുതികളാണ്. സ്തുതിക്കണം, നാം ദൈവത്തെ സ്തുതിക്കണം, ദൈവം നല്ലവനെന്ന് സ്തുതിക്കണം. അടുത്തത് ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ആ പാട്ടുകൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ഉദാഹരണമായിട്ട് ഒരു പാട്ട് ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു ദിവസം കോട്ടയത്ത് നിന്ന് തൃശ്ശൂർ പോകുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ ഹെഡ്സെറ്റിൽ ഇങ്ങനെ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് പാട്ടുകൾ കേട്ടോണ്ടിരിക്കുക. വർഷിപ്പ് സോങ്ങുകളാണ്, സ്തുതിഗീതങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ട്രെയിൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നു, കുറച്ചു നേരം ഞാൻ പാടോട്ട് ഏതോ ഒരു പാട്ടിന്റെ ഈരടികൾ ഞാൻ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മറന്നുപോയി ട്രെയിനിലാണ് ഞാൻ യാത്ര ചെയ്യാൻ, അറിയാതെ എണീറ്റ് നിന്നുകൊണ്ട് സ്തുതിച്ചു പോയി. അപ്പൊ ആ സ്തുതിഗീതത്തിന് എന്നെ, ആ അറ്റ്മോസ്ഫിയർ പോലും, എന്നെ ആ ഇരിക്കുന്ന അന്തരീക്ഷം പോലും മറന്ന്, എന്നെ എല്ലാം മറന്ന്, ഞാൻ ട്രെയിനിലാണെന്നും യാത്ര ചെയ്യുവാന്നും ആൾക്കാരുണ്ടെന്നും ഡീസന്റ് ആയിട്ടിരിക്കണമെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ മറന്ന് എന്നെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? എല്ലാം മറന്ന് ഒരു നിമിഷം എന്നെ ഒന്ന് ബലപ്പെടുത്തുവാൻ, എന്നെ ഒന്ന് എണീപ്പിക്കുവാൻ, എന്നെ ഒന്ന് സ്തുതിപ്പിക്കുവാൻ ആ പാട്ടിന്റെ വരികൾക്ക് കഴിയും. അതിന്റെ കാരണം അത് ചെന്ന് എന്റെ ഹൃദയത്തെ, എന്റെ വിശ്വാസത്തെ അത് തൊട്ടു. അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത പാട്ടുകൾ നിങ്ങൾ പാടരുത്. ചിലരിങ്ങനെ കഷ്ടങ്ങളുടെയും ദുരിതത്തിന്റെയും അങ്ങനെയുള്ള പാട്ടുകൾ പാടി ഭയങ്കര ആരാധനയാണ്. നിങ്ങൾ പോലും അറിയാതെ ജന്മത്തിൽ നിങ്ങളുടെ വിഷയം മാറത്തില്ല. കാരണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് ചെന്നിട്ട് നിങ്ങളുടെ വിശ്വാസവുമായിട്ട് അത് കണക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ വിശ്വാസം പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാവോ? കഷ്ടങ്ങൾ വന്നാലും സാരമില്ല, നഷ്ടങ്ങൾ വന്നാലും സാരമില്ല, ഇങ്ങനെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അതുകൊണ്ടാണ്
അങ്ങനെയുള്ള സ്തുതിഗീതങ്ങൾ പാടരുത്. ഇനി സ്തുതിഗീതങ്ങൾ നമ്മുടെ ശരീരവുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് ഞാൻ പറയാൻ കാരണം അടുത്ത വാക്യത്തിലേക്ക് ഞാൻ വരാം. പരിചിതമായ വാക്യമാണ്. ഇന്നു മുതൽ പാടി ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം. കഴിയുമെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ, അടുക്കളയിലൊക്കെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒരു സ്തുതിഗീതങ്ങളൊക്കെ ഇട്ട് അവരുടെ കൂടെ ഒന്ന് പാടണം. നിങ്ങൾ ഒന്ന് ആത്മാവിലൊന്ന് നിറയണം. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. നിങ്ങൾ ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ സകല ടെൻഷനും മാറി നിങ്ങൾ ഫ്രീ ആകുന്നത് കാണാൻ പറ്റും. ചുമ്മാ കേൾക്കരുത്, കൂടെ നമ്മൾ. അതുകൊണ്ടാണ് പുസ്തകം പറഞ്ഞ വാക്ക് നോക്കി, നിങ്ങൾ സ്തുതികളാലും ആത്മീയതകളാലും തമ്മിൽ സംസാരിച്ചു. ആരോടാ സംസാരിക്കേണ്ടത്? നിങ്ങൾ തമ്മിൽ സംസാരിക്കണം. അപ്പൊ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ സംസാരമാകുന്നത് നമ്മൾ നമ്മളോട് തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ബലപ്പെടുത്തുകയും മറ്റുള്ളവരെ നമ്മുടെ പാട്ടിലൂടെ അവരെയും ബലപ്പെടുത്തുകയാണ്. അടുത്തൊരു വാക്യത്തിലേക്ക് വരാം. പരിചിതമായ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ അപ്പോസ്തലന്മാരെ ഇവിടെ പിടിക്കുന്ന ഒരു രംഗമാണ്. അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ ആയിരിക്കുന്നു. നിങ്ങൾക്കറിയാം ഈ വാക്യം അല്ലേ? ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഉള്ളിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു സന്ദീപിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എനിക്കൊരു നിയോഗം തരുവാണ്. സന്ദീപുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് ഇതിന്റെ അകത്ത് സ്പർശിക്കുന്നതാണ് എന്നോട് പറയുന്നു. ഇന്ന് പെട്ടെന്ന് വേഗത്തിൽ തന്നെ ആ കുടുംബത്തിന്റെ മേൽ ആരാണ്? മോളുടെ ഭർത്താവ്. എന്റെ മകളുടെ ഭർത്താവും സന്ദീപ് ബ്രദറെ. ഈ സന്ദീപിന് ഒരു മോളുള്ള ആരാ ഉള്ളത്? സന്ദീപിന് മോളുള്ളത് ആരാ? സന്ദീപിന് ഒരു മോളുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുണ്ട്. കർത്താവ് വേഗത്തിൽ പറയാം, സന്ദീപിനെ ദൈവം സ്പർശിക്കാൻ വന്ന കുടുംബത്തിൽ നിന്നും ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു വലിയൊരു അനർത്ഥം വിട്ടു മാറാൻ വേണ്ടി പോവാണ്. ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ മേൽ വലിയൊരു ദൈവിക സമാധാനത്തെ കർത്താവ് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ തിരുവചനത്തിൽ വ്യക്തമായിട്ട് പറയാണ്, പൗലോസും ശീലാസും, ഇവിടെ നിങ്ങൾ ഇവർ രണ്ടുപേരെ പരിചയപ്പെടുത്ത അപ്പോസ്തലന്മാരാണ്. അവരുടെ സാഹചര്യം കണ്ടോണം. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വിഷയത്തിൽ നിന്നും സ്തുതിച്ചും ആരാധിച്ചും പുറത്തു വരാൻ പറ്റും? നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നമുക്ക് സ്തുതിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പോവാം? ആഗ്രഹമുള്ളവർ മാത്രം വരാമെൻ പറഞ്ഞു. സ്തുതിച്ചുകൊണ്ട് സ്തുതിഗീതങ്ങൾക്ക് നമ്മളെ നമ്മുടെ വിഷയത്തിൽ നിന്ന് നമ്മുടെ ബന്ധനങ്ങളെ കഴിയും, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ ജയിക്കുവാൻ കഴിയും, നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ സ്തുതിഗീതങ്ങൾക്ക് സാധ്യമാണ്. ഇവിടെ നിങ്ങൾ ഈ വചനം മുതൽ ആദ്യം ശ്രദ്ധിക്കണം. നമ്മൾ തുടങ്ങിയത് മറക്കരുത്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ 22 മുതൽ പറയുന്നു, പുരുഷാരവും അവരുടെ നേരെ ഇളക്കി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചിരിഞ്ഞു, കോൽ കൊണ്ട് അവനെ അടിച്ചു, കൽപ്പിച്ചു, അവരെ വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി. ശ്രദ്ധിച്ചോണം, അപ്പോസ്തലന്മാരായ പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിന്റെ അകത്ത് സുവിശേഷത്തിന് നിമിത്തം അവർക്ക് എന്തുണ്ടായി? ഒരു പീഡയുണ്ടായി. അവരെ വളരെ അടിപ്പിച്ചു. ശ്രദ്ധിച്ചോണം, ചെറിയ അടിയല്ല, വളരെ അടിപ്പിച്ചു. പൗലോസ് പറഞ്ഞത് 3 വട്ടം 39 അടിയായിട്ടെന്നാ പറഞ്ഞു. കർത്താവ് ഒറ്റ പ്രാവശ്യം കൊണ്ടുള്ളൂ, പൗലോസ് 3 വട്ടം കണ്ടു. ഇവിടെ പറയുകയാണ്, വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി, കാരാഗൃഹ പ്രമാണിയോട് വളരെ സൂക്ഷ്മതയോടെ ഇവരെ കാൽപ്പാൻ കൽപ്പിച്ചു. നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ചരിത്രത്തെ പറ്റി പഠിച്ചപ്പോൾ ഈ റോമൻ കാരാഗൃഹ പ്രമാണിമാരുടെ പ്രത്യേകതയുണ്ട്. അവരെ ക്രൂരന്മാരായിട്ട് ഒരു ട്രെയിൻ ചെയ്തെടുക്കുക. ക്രൂര മനോഭാവം ഉള്ളവരായിട്ട് ഇവരെ ട്രെയിൻ ചെയ്തെടുപ്പിക്കുക എന്നാണ് ചരിത്രം പറഞ്ഞത്. അതിന്റെ അർത്ഥം ഒരു മനുഷ്യനോട് കണ്ണീച്ചോര ഇല്ലാത്ത ഒരു വ്യക്തിയാക്കി ഇവരെ മാറ്റും. നിങ്ങൾക്ക് ഇപ്പൊ ഒരാളെ പച്ചയ്ക്ക് തല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സഹതാപം വരത്തില്ല, പക്ഷെ ഇവർക്ക് വരത്തില്ല. ഇവർക്ക് അതൊരു ലഹരിയായി മാറും. അങ്ങനെ ഈ റോമൻ കാരാഗൃഹ പ്രമാണിമാരെ ട്രെയിൻ ചെയ്യും. റോമൻ പടയാളികളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവിനെ അടിക്കുന്ന സമയത്ത് അവർക്ക് ഒരു കൂസലുമില്ല, അവര് അതിൽ സന്തോഷിക്കുക. ഇവർക്ക് ഭയങ്കര ക്രൂര സ്വഭാവമുള്ളവരാക്കി ഇവർ മാറ്റും. അപ്പൊ അതിൽ ഏറ്റവും മിടുക്കനാണ് കാരാഗൃഹ പ്രമാണി എന്ന് പറഞ്ഞത്. ക്രൂരന്മാരിൽ ഏറ്റവും മിടുക്കൻ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രൂരന്മാരിൽ ഏറ്റവും മിടുക്കൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു അധിപതിക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, അവരെ കാപ്പാൻ ഏൽപ്പിച്ചു. ഒന്ന് ആലോചിച്ചോണം, അടിച്ച് നിലംപരിശാക്കി ഒരു പരുവമാക്കിയിട്ട് അവരെ എന്ത് ചെയ്തു? അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി, കാരാഗൃഹ പ്രമാണിയോട് വളരെ സൂക്ഷ്മതയോടെ കാൽപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്ത് തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. ആലോചിച്ച് നോക്കണം, അടിച്ച് നിലംപരിശാക്കിയിട്ട്, അത് മാത്രമല്ല കാൽ ആമത്തിലിട്ട് പൂട്ടിയിട്ട് അവരെന്ത് ചെയ്തു? കാവലുമാക്കി വെച്ച്, ചുമ്മാ കാവലല്ല, സൂക്ഷ്മതയോടെ, വലിയ കുറ്റവാളികളെ കാണിക്കുന്നത് പോലെ വളരെ സൂക്ഷ്മതയോടെ
അവരെ ആമത്തിലിട്ട് പൂട്ടി. ഓർത്തോണം, പൗലോസ് ലീഹായുടെയും ശീലാസിന്റെയും ശരീരം നുറുക്കപ്പെട്ടു, വേദന അനുഭവിക്കുന്നുണ്ട്. ശരീരത്തിൽ ആലോചിച്ച് നോക്കി, മടിച്ച് നിരപ്പാക്കുക എന്ന് പറഞ്ഞാൽ ശരീരം ക്ഷീണിച്ചു, വീക്കായിരിക്കുക. അത് കൂടാതെ ആമത്തിലിട്ടവരെ പൂട്ടി വെച്ചിരിക്കുക. ഈ റോമൻ കാരാഗൃഹം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജയിൽ പോലെ വിശാലമായ ജയിലൊന്നുമല്ല, ഇടുങ്ങിയ ജയിൽമുറികളാ. ഒരു മനുഷ്യന് കഷ്ടിച്ച് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഹൈറ്റിലൊക്കെയാണ്. നിങ്ങൾ ഈ ഇടയ്ക്കൊക്കെ ഈ ഹിസ്റ്ററിയൊക്കെ ഒന്ന് നോക്കിയാൽ മതി, അവരുടെ ചരിത്രത്തിൽ അവരുടെ കാരാഗ്രഹങ്ങളെ കാണിക്കുന്ന സമയത്ത് നോക്കിയാൽ മതി. ഒരു മനുഷ്യന് ശരിക്കും ഒന്ന് ഉയർന്നു നിൽക്കാൻ പറ്റത്തില്ല, തല ഉയർത്തി നിവർന്ന് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഒടിച്ചു മടക്കിയിരിക്കുന്ന രീതിയിലാണ്. അപ്പൊ ആലോചിച്ച് നോക്കി, എത്രത്തോളം വേദന ശരീരത്തിലുണ്ട്, ക്ഷീണമുണ്ട്, അടി കൊണ്ട്, അതുകൂടാതെ ആമത്തിലിട്ട് പൂട്ടി. എന്നാൽ 25-ാം വാക്യത്തിൽ പറയുന്നു, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും ദൈവത്തെ നിലവിളിച്ചു എന്നല്ല പറഞ്ഞത്, പ്രാർത്ഥിച്ചും ദൈവത്തെ പാടി സ്തുതിച്ചു. എന്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവത്തെ അവർ പാടി സ്തുതിച്ചു എന്ന് പറയാം. ശ്രദ്ധിച്ചോണം. അപ്പൊ എന്തോ ഒരു മർമ്മമില്ല ഇതിന്റെ അകത്ത്. ഇത്രയും അടി കൊണ്ട് വേദനിച്ച് കിടക്കുന്ന ആൾക്കാർക്ക്, ശരീരം നുറുങ്ങി കിടക്കുന്ന ആളുകൾക്ക്, വേദന കൊണ്ട് പൊളയുന്ന ആൾക്കാർക്ക് എങ്ങനെയും കർത്താവെ ഒന്ന് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണേ എന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥാനത്ത്, ശ്രദ്ധിച്ചോണം, സ്തുതിയുടെ മർമ്മം അറിയാവുന്ന, ആരാധനയുടെ മർമ്മം അറിയാവുന്ന അപ്പോസ്തലന്മാർ എന്ത് ചെയ്യുന്നറിയോ? വേദന കടിച്ചു പിടിച്ചിട്ട് കാലാമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കർത്താവെ, ഞങ്ങളുടെ ബന്ധനം പൊട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല, ഞങ്ങളുടെ മുറിവുകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങളുടെ ഈ കെട്ട് പൊട്ടണേന്ന് പ്രാർത്ഥിക്കുന്നില്ല. ഇവിടെ വചനം പറഞ്ഞു, അവിടെ ശീലാസും പ്രാർത്ഥിച്ചു. പൗലോസിന്റെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന പോലെ വീട് കിട്ടണേ, കാറ് കിട്ടണേ, ബംഗ്ലാവ് കിട്ടണേ എന്നൊന്നും അല്ല. പൗലോസ് പറഞ്ഞു, എല്ലാവരേക്കാൾ അധികം പ്രാർത്ഥിച്ചു അന്യഭാഷയിൽ. ഇതാണ് പൗലോസിന്റെ പ്രാർത്ഥന. പൗലോസ് എപ്പോഴും പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഓർത്താൽ മതി, അന്യഭാഷ പ്രാർത്ഥനയാണ്, മറുഭാഷ. നിങ്ങളുടെ പല രീതിയിൽ പല ബൈബിളിൽ മറുഭാഷ എന്നായിരിക്കാം, സത്യവേദ പുസ്തകത്തിൽ അന്യഭാഷ എന്നായിരിക്കാം, POCയിൽ മറുഭാഷ എന്നായിരിക്കാം. എന്തായാലും അനദർ ടങ്സ്. ഇവിടെ പറയുകയാണ്, പൗലോസും ശീലാസും പ്രാർത്ഥിച്ചും ദൈവത്തെ പാടി സ്തുതിച്ചു. എന്തായിരിക്കും പാടിയത്? ഓ, ഈ കഷ്ടമൊന്നും മാറണ്ട, ദുരിതമൊന്നും മാറണമെന്നും ആയിരിക്കത്തില്ല. അങ്ങനെ ആ പാടിയിരുന്നുവെങ്കിൽ അടുത്ത വാക്യം ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അവർ പാടി സ്തുതിച്ചു, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ ദിവസങ്ങളിൽ ഓർത്തോണം, നിങ്ങൾ ഈ ദിവസങ്ങളിൽ വീട്ടിൽ വന്ന് പാടിക്കേ. നിങ്ങളെ നോക്കി നിൽക്കുന്നവർ അതിശയിക്കാൻ പോവുക. ആമേൻ. അർദ്ധരാത്രിയിൽ തടവുകാർ ഓർക്കും, ഇവന്മാർക്കെല്ലാം ഭ്രാന്തായോ? എന്നാൽ ഒന്നാന്തര അടിയും കിട്ടി. അതുകൂടാതെ സ്പെഷ്യൽ എന്താ പറയുന്നത്, കെയറും കൊടുത്ത്, കെയർ അല്ല കേട്ടോ, സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിൽ പ്രൊട്ടക്ഷനും അല്ല, ഇങ്ങനെ പറയുന്നത്, അവരെ കാപ്പാൻ വേണ്ടി ഏൽപ്പിച്ച് നല്ല അടിയും കൊടുത്ത് കാമത്തിട്ട് പൂട്ടിയിട്ടും കിടന്നുറങ്ങാതെ ഇവന്മാർ എന്തുവായി പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണം. എത്ര വലിയ വിഷയം വന്നാലും ഒന്ന് ആരാധിച്ചാൽ മതി കേട്ടോ. ഒന്ന് സ്തുതിച്ച് അന്യഭാഷയിലും ആരാധനയിലും ഒന്ന് ബലപ്പെട്ടാലുണ്ടല്ലോ. ബൈബിൾ പറയുന്നു, അർദ്ധരാത്രി പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു, തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ബൈബിൾ പറയുന്നു, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചെങ്ങലയൊക്കെയും അഴിഞ്ഞു. ശ്രദ്ധിച്ചോണം, ചെങ്ങല പൊട്ടാൻ പ്രാർത്ഥിച്ചില്ല, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കാൻ പ്രാർത്ഥിച്ചില്ല, പകരം ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഈ സ്തുതി എങ്ങോട്ടാ ചെല്ലുന്നറിയാവോ? സ്തുതി ചെന്നത് ആ മുറിവിലോട്ടല്ല, സ്തുതി ചെന്നത് ഹൃദയത്തിലോട്ടാണ്. ആ സ്തുതിഗീതങ്ങൾ അവിടെ ചെന്നപ്പോ ഹൃദയത്തിന്റെ അകത്ത് വിശ്വാസം പ്രാർത്ഥനയായിട്ട് പുറത്തു വന്നപ്പോ ആ പ്രാർത്ഥന കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കാം. അപ്പൊ എന്തായിരിക്കും ഇവര് പാടിയത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും പാടിയത്? ഈ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ കുലുക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ആരാധനയാ അവര് പാടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ പലപ്പോഴും പാട്ടൊക്കെ പാടുമ്പോൾ ശ്രദ്ധിക്കണം. നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കണ്ണുനീരിന്റെ, കയ്പിന്റെ, നിരാശയുടെ ഒക്കെ പാട്ട്. ഞാൻ പാടത്തില്ല കേട്ടോ, ഞാൻ കൂടെ പാടത്തില്ല. ഏതെങ്കിലും വരി എനിക്ക് പാടാം, ഞാൻ പാടത്തില്ല. കാര്യം എനിക്കറിയാം ആ പാട്ട് എന്റെ ഹൃദയത്തിൽ ചെന്നാൽ അതെന്റെ വിശ്വാസത്തെ ബാധിക്കും. ചില ലൈൻ പാടാറില്ല. എനിക്ക് ഇഷ്ടമുള്ള ചില പാട്ടുണ്ട്, പക്ഷെ കുറെ നാൾ ഞാൻ എല്ലാ പാട്ടും ഒന്ന് ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ പറയും, ബ്രദറെ, അവരൊക്കെ ഒത്തിരി കഷ്ടതയിലൂടെ എഴുതിയ പാട്ടുകൾ ആയിക്കോട്ടെ. എന്റെ പാട്ടുകൾ ദൈവനാമ മഹത്വത്തിനായി എന്റെ മുമ്പിലെ കാരാഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തെ ഇളക്കുന്ന ആരാധനയായി മാറണമെങ്കിൽ എന്റെ സ്തുതിഗീതങ്ങളെ ഞാൻ തിരിച്ചറിയാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അപ്പോസ്തലനായ പൗലോസ് ലീഹ തന്നെയാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ഒരു പ്രയോജനവുമില്ല, ദുർനടപ്പേ ഉണ്ടാകത്തുള്ളൂ, എന്നാൽ ആത്മാവിൽ നിറഞ്ഞ്
സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം. ഇപ്പൊ മനസ്സിലായോ? ഈ മർമ്മം അറിയാവുന്ന ആളെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടാൽ ഒതുങ്ങത്തില്ല. ഇപ്പൊ മനസ്സിലായോ? ഇവിടെ പറയുന്നു, ഹൃദയത്തിൽ പാടിയും കർത്താവിന് കീർത്തനം ചെയ്തു. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിനും പിതാവുമായവൻ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുന്നവരാകണം. ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തെ സ്തുതിച്ചാൽ ദൈവത്തിന് പിന്നെ നിങ്ങളുടെ ബന്ധനങ്ങളെ കാണാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ദൈവത്തിന് ഭയങ്കര ഇഷ്ടം. ആദ്യം പറഞ്ഞല്ലോ, കർത്താവിന് സ്തുതികൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ പിശാചിനെ നിർമ്മിച്ചത് തന്നെ ദൈവത്തിന് ഇവന്റെ സംഗീതം, സ്തുതി, അവന്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട്. ഒരാള് കാരാഗ്രഹത്തിന്റെ അകത്ത് ഇരുന്നു കൊണ്ട് ദൈവത്തെ ഉയർത്തി മഹത്വപ്പെടുന്ന പാട്ടുകൾ പാടിയാൽ കർത്താവിന് ആ ചെങ്ങല പൊട്ടിക്കാതിരിക്കാൻ പറ്റത്തില്ല. കർത്താവിന് അടിസ്ഥാനത്തെ കുലിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, ആരാധിക്കുന്നവനെ ബന്ധിക്കുവാൻ കഴിയത്തില്ല കേട്ടോ. ദൈവത്തെ സ്തുതിക്കുന്നവനെ ഒതുക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ പാട്ടൊക്കെ പാടണം. നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ ഭയങ്കര ശോക പാട്ടുകളൊക്കെയാണ് നമ്മൾ പലപ്പോഴും പാടുന്നത്. ഇന്ന് തിരിച്ചറിഞ്ഞോണം, എല്ലാ പാട്ടും പാടാനുള്ളതല്ല കേട്ടോ. ഇപ്പൊ എനിക്കൊരു അനുഭവം ഉണ്ടായി. എനിക്കൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ആ അനുഭവത്തിൽ നിന്ന് ഒരു പാട്ട് എഴുതിയാൽ ആ പാട്ട് എന്റെ അനുഭവം മാത്രം, നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ആത്മീക വർധന ഉണ്ടായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പാട്ടുകൾ, നമ്മൾ പാടുന്ന പാട്ടുകൾ നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ പാട്ട് ചെല്ലുന്നത് നിങ്ങളുടെ ശരീരത്തിലോട്ടല്ല, നിങ്ങളുടെ ഹൃദയത്തെ. അതുകൊണ്ടാണ് പൗലോസ് നിങ്ങളുടെ ഹൃദയത്തിൽ പാടിയും. അപ്പൊ ഹൃദയത്തിലേക്ക് ഇത് ചെല്ലുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ബലപ്പെടും. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ തളർന്നൊക്കെ ഇരിക്കുന്ന സമയത്ത്, ഭയങ്കര ഡെസ്പായിട്ടിരിക്കുന്ന സമയത്ത്, ഈ ചില ആരാധനയുടെ ഒക്കെ പങ്കുചേരും. അവിടെ ഇരുന്ന് കൈയൊക്കെ തട്ടി ആരാധിക്കുമ്പോൾ ചിലത് പറയും അത് ചില നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞിട്ടാണ്, സൈക്കോളജി പരമായിട്ട് നമ്മൾ കൈയൊക്കെ അടിക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന റിലാക്സേഷൻ ഒന്നുമല്ല. ആ സ്തുതി നേരെ പോയിട്ട് ഹൃദയത്തിലോട്ട് കയറി ആ വരികൾ നിങ്ങളുടെ ഹൃദയത്തെ, വിശ്വാസത്തെ ഒന്നും കൂടെ ഒന്ന് ശക്തിപ്പെടുത്തി. ആ ഹൃദയം എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ബലം കൊടുത്തു, ഒരു ധൈര്യം കൊടുത്തു. അതാണ് ആശ്വാസമായി നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ആശ്വാസമല്ല, നിങ്ങളുടെ വിശ്വാസം അവിടെ ബലപ്പെട്ടതാണ്. ആ സമയത്ത് നിങ്ങൾ എന്ത് വിളിച്ചു പറഞ്ഞാലും സംഭവിച്ചിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഈ സ്തുതിയിൽ അങ്ങോട്ട് നിറയുമ്പോൾ, മനസ്സും ശരീരവും നിങ്ങൾക്ക് ബലം കിട്ടുമ്പോൾ എന്ത് വിളിച്ചു പറഞ്ഞാലും, വചനം വിളിച്ചു പറഞ്ഞാൽ അത് അപ്പോൾ റിസൾട്ട് കാണാൻ പറ്റും. തെളിവ് എന്തുവാ? അപ്പോസ്തലപ്രവൃത്തി. ഹല്ലേലൂയ. അവിടെ വചനം പറയുന്നു, അങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ തടവിലാക്കി. ഇനി ശ്രദ്ധിച്ചോണം, വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവൻ താഴേക്ക് വായിക്കുമ്പോൾ എന്ത് എഴുതി വെച്ചിരിക്കുന്നു? അർദ്ധരാത്രി പൗലോസും ശീലാസും പ്രാർത്ഥിച്ചും ദൈവത്തെ പാടി സ്തുതിച്ചും തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നു കൊടുത്തു. നല്ല തന്നെ തുറന്നു. എല്ലാവരുടെയും ചെങ്ങല അഴിച്ചു കൊടുത്തു, നല്ല അഴിഞ്ഞു വീണു. അപ്പൊ ഈ ദിവസങ്ങളിൽ ബ്രദറെ, എന്റെ വിഷയം മാറാൻ വേണ്ടി ബ്രദർ പ്രത്യേകം പ്രാർത്ഥന പറയട്ടെ. നിങ്ങളിരുന്ന് ആരാധിച്ചാൽ തന്നെ അഴിഞ്ഞു വീഴും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആരാധിച്ചു നോക്കി. വീട്ടിലൊക്കെ ഇരുന്ന് സ്തുതിച്ച്, ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, വചനമൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞ്, പാട്ടൊക്കെ പാടി, കൈയൊക്കെ അടിക്കുമ്പോൾ ഒരു നാണക്കേടാണ് നമുക്കല്ലേ? അയ്യോ, നാണക്കേടാ. കൈയൊക്കെ അടിച്ച് പാടിക്കഴിഞ്ഞാൽ നാണക്കേടാ. കൈയൊക്കെ ഒന്ന് അടിച്ചൊന്ന് പാട്ടൊക്കെ പാടിക്കേ, വചനമൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടൊന്ന് സ്തുതിഗീതങ്ങളൊന്ന് പാടിക്കേ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ പിന്നെ പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന, ഒരു സ്പെഷ്യൽ പ്രയറിന് പോലും ആവശ്യമില്ല. ഇവിടെ വചനം ശ്രദ്ധിച്ചു നോക്കി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നു. നിങ്ങളുടെ ഭാവിയുടെ വാതിലൊക്കെയും തുറന്നു വരും. ഇതുപോലെ സകല ബന്ധനമാകുന്ന ചെങ്ങലുകളും അഴിഞ്ഞ് താഴേക്ക് വീഴും. അടുത്ത വാക്യത്തിൽ പറയുന്നു, കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. കാരാഗ്രഹത്തിന്റെ വാതിലൊക്കെയും തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചെങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞുവെന്ന് ഊഹിച്ചു. വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അവന് മനസ്സിലായി, റോമൻ ഗവൺമെന്റ് ഇനി അവനെ വെറുതെ വിടത്തില്ല. പുള്ളി മരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാവരും, ഇവിടെ രണ്ടുപേരല്ലേ ഉള്ളൂ, പൗലോസും ശീലാസും. ബാക്കി എല്ലാവരും ആരാണ്? അവിടെ കടന്നിരുന്ന കാരാഗ്രഹത്തിലുള്ള സകലരും മാനസാന്തരപ്പെടുവാൻ ഇടയായി. അതാണ് എല്ലാവരും എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങളെല്ലാവരും, ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അവർ വെളിച്ചം ചോദിച്ചു അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാനന്മാരെ. കണ്ടോ? അതുവരെ അവരാരായിരുന്നു? ജയിൽ പുള്ളികളായിരുന്നു. അവരാരായിരുന്നു? അവര് പല രീതിയിൽ എന്താ പറയുന്നത്, കാരാഗ്രഹ പ്രമാണി അവരെ ചിലപ്പോൾ പരിഹസിച്ച് കാണും, നിന്ദിച്ച് കാണും, ചീത്ത പറഞ്ഞു കാണും, വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്ന്
ആരാധിക്കുന്നവനെ നോക്കിക്കൊണ്ട് ഇതുവരെ ഉപദ്രവിച്ചാൻ വിളിക്കുക യജമാനനെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സാറേ എന്ന് വിളിച്ചു. മനസ്സിലായ? അഡ്രസ്സ് മാറുന്നത് കൊണ്ട് ഒന്ന് സ്തുതിച്ച്, ഒന്ന് ആരാധിച്ച്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ ഇന്നലെ വരെ പഴിച്ചവർ, ഇന്നലെ വരെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ, ഇന്നലെ വരെ മാറ്റി നിർത്തിയവർ, നിങ്ങളെ വിളിക്കുന്ന വിളിപ്പേരുകൾ ബഹുമാനത്തിന്റെ വിളിപ്പേരുകളാക്കി മാറാൻ പോകും നിമിഷ നേരം കൊണ്ട്. ഒരിക്കലും കാരാഗ്രഹ പ്രമാണി ഒരിക്കലും ഒരു കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു കുറ്റവാളിയെ യജമാനൻ എന്ന് വിളിക്കത്തില്ല, സാറേ എന്ന് വിളിക്കും. ഏതെങ്കിലും പോലീസ് ഓഫീസർ കള്ളനെ കയറി, കൊലപാതകയെ കയറി, ജയിൽ പുള്ളികളെ കയറി സാറേ എന്ന് വിളിക്കുവോ? ഇവരെ അതേപോലെ ട്രീറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് ഇവന്മാരെ നോക്കണം എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്ന ഓർഡർ. അപ്പൊ അവരുടെ കണ്ണിൽ ഇവരാരാണ്? ജയിൽ പുള്ളികളാ. വായി തോന്നുന്ന എന്തും പറയാം, എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കാം. പക്ഷെ ഒരിക്കലും സാറേ എന്ന് വിളിക്കത്തില്ല, യജമാനനെ എന്ന് വിളിക്കത്തില്ല. പക്ഷെ വിളിപ്പിക്കും. ആരാധിക്കുന്നവൻ ഇന്ന് പിശാചിന്റെ സകല പ്രവർത്തികളിൽ അരിപ്പടവാണ്. അടുത്ത വചനം പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറിച്ച് സുവിശേഷത്തിന്റെ വാതിൽ തുറന്നത് കണ്ടോ? ആരാധിക്കുന്നവന്റെ മുമ്പിൽ സുവിശേഷം പറയുവാനുള്ള, നിങ്ങൾ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട, നിങ്ങളൊന്ന് ആരാധിച്ചാൽ മതി. യേശുവിനെ ഉയർത്തുവാനുള്ള കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കും. 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിന്നെ അവൻ കർത്താവിന്റെ വചനം അവനോട് അവന്റെ വീട്ടിലുള്ള സകലരോടും പറഞ്ഞു പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവനെ കൂട്ടിക്കൊണ്ടുപോയി മുറിവൊക്കെയും കഴുകി. എന്നാലോചിച്ച് നോക്കിയേ, തല്ലാൻ ഓർഡർ കൊടുത്ത കാരാഗ്രഹ പ്രമാണി, ക്രൂരനായ മനുഷ്യൻ, ട്രെയിനിങ് ഉള്ള മനുഷ്യൻ, അവർ പൗലോസിന്റെ മുറിവുകളൊക്കെ കഴുകി ഡ്രസ് ചെയ്ത് കൊടുത്തു. ആലോചിച്ച് നോക്കിയേ, ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? ആരാധിക്കുന്നവന്റെ മുമ്പിൽ സാഹചര്യങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും മാറും. വചനം പറഞ്ഞു, താനും തനിക്കുള്ളവരൊക്കെയും താമസിയാതെ സ്നാനമേറ്റു. കണ്ടോ, എഴുത്ത് പറഞ്ഞ സ്നാനമേറ്റു കർത്താവിന്റെ രക്ഷാ പദ്ധതിയിലേക്ക് ഒരു വന്നു. പിന്നെ വളരെ വീട്ടിൽ കൈക്കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. ശ്രദ്ധിച്ച്, ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടക്കം ആനന്ദിച്ചു. ആരാധിക്കുന്നവന്റെ അഡ്രസ്സ് മറന്നുകൊണ്ട് നേരം പുലർന്നപ്പോൾ അധിപതികൾ കോൽക്കാരെ അയച്ചു ആ മനുഷ്യരെ വിട്ടയക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം. കാരാഗ്രഹ പ്രമാണി വാക്ക് പൗലോസിനെ അറിയിച്ചു, നിങ്ങളെ വിട്ടയക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു, എല്ലാം ഒരു വക്കീല് പോലും ഇല്ലാതെ ജാമ്യം നടക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ലോകപ്രകാരമാണെങ്കിൽ വക്കീലിനെ കൊണ്ടുവരണം, ജാമ്യം എടുക്കണം, കോംപ്രമൈസ് ചെയ്യണം, ജാമ്യത്തോ കൊണ്ടണം, എന്തെല്ലാം ഫോർമാലിറ്റീസ് ആണ്. ഇവിടെ ആരാധിച്ചപ്പോ എല്ലാം നടന്നു. വക്കീലും വേണ്ട, ഒന്നും വേണ്ട. അടി കൊടുത്ത കാരാഗ്രഹ പ്രമാണി തന്നെ എന്ത് ചെയ്യുവാണ്? ആളെ അയച്ച് ഇവരെ വിട്ടയക്കണമെന്ന് അപേക്ഷ കൊടുത്ത് പുള്ളി പേപ്പറുമായിട്ട് വരുക. എന്നാലോചിച്ച് നോക്കിയേ, 37-ാം വാക്യത്തിൽ പൗലോസ് പറയുക, റോമൻ പൗരനായ ഞങ്ങളെ വിസ്താരം കൂടാതെ പരസ്യമായി അടുപ്പിച്ച് തടവിലാക്കിയല്ലോ, ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ വിട്ടയക്കുന്നുണ്ട്. കോൽക്കാർ ഈ വാക്ക് കേട്ടതോടെ അവര് അങ്ങനെയല്ല അവർ എന്ന് പറഞ്ഞു പുറത്തു കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞു. കോൽക്കാർ ഈ വാക്ക് അധിപതിയോട് അറിയിച്ചു. അവർ റോമാൻ പൗരനെന്ന് കേട്ടു ഭയപ്പെട്ടു. ഞാൻ ചോദിച്ചോട്ടെ, പൗലോസ് ഇത് ആദ്യം പറയാൻ വരായിരുന്നു? പൗലോസ് പറയും, എനിക്ക് ആ ക്രെഡിറ്റ് വേണ്ട. റോമൻ പൗരൻ എന്നുള്ള ക്രെഡിറ്റിൽ എനിക്ക് അവിടുന്ന് റിലീസ് ആകണ്ട, ആരാധനയിലൂടെ എനിക്ക് പുറത്തു വരണം. തീരുമാനിക്കണം. നിങ്ങൾ ആരാധിച്ച് ഒരു മനുഷ്യന്റെ റെക്കമെൻഡേഷൻ കൂടാതെ, ഒരു മനുഷ്യന്റെയും സഹായം കൂടാതെ ദൈവത്താൽ നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. അതിന് ആഗ്രഹമുണ്ട്. പൗലോസിന് വേണേ പറയാറുണ്ട്, ആരും എന്നെ തൊട്ടു പോകരുത്, ഞാൻ ആരാന്നറിയാവോ, അവിടെ കൊണ്ട് തീർന്നേനെ. പക്ഷെ പൗലോസിന് എനിക്ക് അതല്ല വേണ്ടത്, ദൈവനാമ മഹത്വം. കാര്യം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കാരാഗ്രഹ പ്രമാണി കുടുംബവും സ്നാനപ്പെട്ട് യേശുവിലേക്ക് വരത്തില്ല. വലിയ എന്തോ പുള്ളി വന്നിട്ടുണ്ടെന്ന് പറയും, അവിടെ കൊണ്ട് തീരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആരാധിച്ചപ്പോൾ ആ കുടുംബം രക്ഷപ്പെട്ടു. അത് മാത്രമല്ല, നമ്മളെല്ലാവരും, അതിന്റെ അർത്ഥം കാരാഗ്രഹത്തിൽ കിടന്ന തടവുകാർ പോലും മാനസാന്തരം. ഇപ്പൊ മനസ്സിലായി. ഈ ദിവസങ്ങളിൽ ഭർത്താവിന്റെ മദ്യപാനം മാറാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, ഒന്ന് ആരാധിച്ചാൽ. തലമുറകളുടെ വിടുതലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, നിങ്ങളൊന്ന് സ്തുതിച്ചൊന്ന് ആരാധിച്ച് ദൈവത്തെ വചനമൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞ് കുടുംബത്തിലൊന്ന് പാടി സ്തുതിച്ച് തന്നെ ബന്ധനങ്ങളായി. ഒന്ന് ചെയ്തു നോക്കിക്ക്, ബൈബിൾ നമുക്ക് തെളിവാണ്. ഒന്ന് ചെയ്തു നോക്കിക്ക്, തന്നെ വിഷയങ്ങൾ അഴിഞ്ഞു മാറും. എന്തുകൊണ്ടെന്നാൽ സ്തുതിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളെ തൊടാതിരിക്കുവാൻ കഴിയത്തില്ല. സ്തുതിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളെ സ്പർശിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ആമേൻ. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, അങ്ങയുടെ വലിയ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വെളിപ്പെടുവാൻ എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കും. ഈ നിമിഷം പാട്ടൊക്കെ പാടി, പാട്ട് പാടുമ്പം എല്ലാവരും ഇടയ്ക്ക് പോയി നിങ്ങൾ ഏതെങ്കിലും ഒരു പാട്ട് പാടണം, ശ്രദ്ധിച്ച് പാട്ട് പാടാൻ ഓർത്തോണം. അത് നിങ്ങളുടെ വിശ്വാസത്തെ കയറി പിടിക്കും. ഇത് പിശാചിന് അറിയാവുന്നതാണ്. പലരെ കൊണ്ടൊക്കെ പാട്ടുകൾ എഴുതിപ്പിക്കും. ഇച്ചിരി നമ്മൾ എന്ത് ചെയ്യും?
എല്ലാ പാട്ടും നിങ്ങൾ ചിന്തിക്കരുത് പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ചതാണ്. മനസ്സിലാവുന്നത്? എല്ലാ പാട്ട് പുസ്തകങ്ങളും പരിശുദ്ധാത്മാവിന് എഴുതപ്പെട്ടതല്ല. ബുദ്ധി എന്നുള്ള പാട്ടുണ്ട്, അവരുടെ ജീവിത സാഹചര്യത്തിൽ എഴുതിയ പാട്ടുണ്ട്. ആത്മാവിൽ എഴുതിയ പാട്ടിന് പുത്തനം അറിയും, കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു ബലം ഉണ്ടാവും. ആത്മാവിൽ എഴുതിയ പാട്ടുകൾ നമ്മുടെ ഉള്ളിൽ അത് ശ്രദ്ധിച്ചോണം. അത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുന്നല്ല കേട്ടോ. നമ്മൾ പറയും ബ്രദറെ അങ്ങ് ആരാധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയത്തില്ല, ഭയങ്കര ഒരു ബലം, ഭയങ്കര ഒരു മനസമാധാനം. യഥാർത്ഥത്തിൽ അതൊന്നും അല്ല നടന്നത്. നിങ്ങളുടെ വിശ്വാസം ബലപ്പെട്ടിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഉറപ്പ് കയറി വന്നതാണ്. അതവിടെ സംഭവിച്ചത്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ഇരുന്ന വിഷമത്തിൽ നിന്ന് ഒരു സമാധാനം. യഥാർത്ഥ സമാധാനം അല്ല കേട്ടോ. ഫെയ്ത്ത് വർക്കൗട്ട് ചെയ്ത അവിടെ. ഇവിടെ എന്താ സംഭവിച്ചറിയോ? അപ്പോസ്തലന്മാർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ എന്താ അവരുടെ ഫെയ്ത്ത് റിലീസ് ആയിട്ട് കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം പോലും കുലുങ്ങിപ്പോയി. ചെങ്ങല തന്നെ പൊട്ടിപ്പോയി. ചെങ്ങലയ്ക്ക് അവരെ പിടിക്കാൻ പറ്റുന്നില്ല, ബന്ധനത്തിന് അവരെ ഒതുക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം ദൈവശക്തി റിലീസായി. പൗലോസ് ലീഗ തന്നെ പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് അളവില്ല. ഇതങ്ങോട്ട് റിലീസായപ്പം അടിസ്ഥാനം, ഈ റോമൻ ഗവൺമെന്റിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഇഷ്ടികക്കട്ടയ്ക്കകത്തോട്ട് വെച്ചുകൊണ്ട് മണ്ണ് കുഴച്ചുണ്ടാക്കി വെച്ചേക്കുന്ന കാരാഗ്രഹമൊന്നും അല്ല. നിങ്ങൾ നോക്കിയ ഒറ്റ കല്ലെ തീർത്തിരിക്കുന്ന വലിയ ഉറപ്പുള്ള കാരാഗ്രഹങ്ങൾ. നിങ്ങൾ ഹിസ്റ്ററി നോക്കിയാൽ മതി. അവരുടെ റോമൻ ഗവൺമെന്റിന്റെ ഒറ്റ കല്ലല്ല തീർത്തിരിക്കുന്നത്. അത്രയ്ക്ക് സ്ട്രോങ് ആ അവരുടെ അടിസ്ഥാനം. അത് കുലുങ്ങണമെങ്കിൽ എന്നാ ശക്തി അവിടെ റിലീസായത്. നമ്മൾ ഈ കുലുങ്ങുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ കറങ്ങുന്ന കസേര കയറിയിരിക്കുന്ന പോലെയാണ്. അത്രയും ബലമുള്ളതാണ് നിങ്ങൾ വിചാരിച്ചേക്കുന്നത്. കാരാഗ്രഹത്തിൽ അത്രയും ബലമല്ലത്. ജയിൽ പുള്ളികളെയും കുറ്റവാളികളെയും സുരക്ഷിതം അവർ ചാടിപ്പോകാതിരിക്കാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒറ്റ കല്ലെ തീർത്തേക്കുന്ന വലിയ ഉറപ്പുള്ള കല്ലുകളാണ് അതിന്റെ അടിസ്ഥാനം. അത് ഇളകണമെങ്കിൽ എന്നാ ശക്തിയാ വ്യാപിച്ചത്. അതുകൊണ്ട് സ്തുതിക്കണം, അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ചു. ആരാധന യേശുവേ, ആരാധന യേശുവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ ആത്മാവേ, അങ്ങയുടെ വലിയ കൃപ. ഇന്നെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിന്റെ വലിയ സ്പർശം. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അന്യഭാഷാ വരം ലഭിച്ചവരുണ്ടെങ്കിൽ അന്യഭാഷാ വരത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചു. സ്തുതികൾ ഒന്ന് നിങ്ങളുടെ നാവിൽ നിന്ന് ഉയരട്ടെ. യേശുവിനെ ഒന്ന് സ്തുതിച്ച കർത്താവേ, രാജാക്കന്മാരുടെ രാജാവായവനെ, വാഴ്ത്തപ്പെട്ടവനെ, സ്തുതികളിൽ വസിക്കുന്നവനെ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. എന്റെ കുടുംബത്തിൽ ഞാൻ ദൈവത്തെ ഉയർത്തുന്നു. അവനെ ചെയ്ത് നോക്കിക്കേ, അടിസ്ഥാനങ്ങൾ ഇളകി നിങ്ങളുടെ ഭവനം സമാധാനത്തിന്റെ ഭവനമായി തീരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിന്റെ മേൽ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ വലിയ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ 1986 മാർച്ച് മാസം ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നോട് പറയുന്നു. 1986 മാർച്ച് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ തമ്പുരാൻ സ്പർശിക്കുന്നു. ഏറ്റെടുത്തോണം. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഞാൻ പറയുന്നത് ഏറ്റെടുത്ത് നിങ്ങളെ കർത്താവ് സ്പർശിക്കുകയാണ്. ആ കുടുംബത്തിൽ ആ വ്യക്തിയെ ദൈവം സ്പർശിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, നിങ്ങളുടെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പരിശുദ്ധ ആത്മാവിന്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് അങ്ങ് ചെയ്യുന്നല്ലോ. അപ്പൊ എല്ലാവരും പ്രാർത്ഥിച്ചേ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാവരും പ്രാർത്ഥിച്ചു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആരാധന യേശുവേ, ആരാധന യേശുവേ, നന്ദി കർത്താവേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തു, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തു. കർത്താവേ, ഞങ്ങളെ പറഞ്ഞു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു കാണുന്നത് ഒരു സുലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാർത്ത പറയുക. സുലോചനയുടെ മോളുടെ വിഷയവും കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. സുലോചനയുടെ മോളുടെ വിഷയത്തെ കർത്താവ് സ്പർശിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊടുന്നല്ലോ. എല്ലാവരും പ്രാർത്ഥിച്ചു. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ആ രോഗമുള്ള ഭാഗത്തോടൊന്ന് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറയണം, എന്റെ യേശുവിന്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട്. എന്റെ യേശുവിന്റെ മുറിവിനാൽ എനിക്ക് പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും. എന്റെ യേശുവിന്റെ മുറിവിനാൽ മെഡിക്കൽ സയൻസ് എനിക്ക് ആരോഗ്യമുള്ള ജീവിതമുണ്ട്. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവം എനിക്ക് ആരോഗ്യം വരുത്തും എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ.
കർത്താവേ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നപ്പ. ഈ നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ ആരോഗ്യം, കർത്താവ് നമുക്ക് ആരോഗ്യം തരും. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തെ വിഷയങ്ങളെ, ബന്ധനങ്ങളെ കർത്താവ് അഴിക്കും. സാമ്പത്തിക കുരുക്കുകളെ ദൈവം പൊട്ടിക്കും. സമാധാനം ദൈവം തരും. ഈ നിമിഷം പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരോടും ഞാൻ പറഞ്ഞു, നിങ്ങളെ ദൈവം സ്പർശിക്കും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഓ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവേ, എന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ എനിക്ക് ആരോഗ്യമുണ്ടെന്ന് പറയും. എനിക്ക് ആരോഗ്യം, യേശുവിന്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്. അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു കർത്താവ്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്, എനിക്ക് ദീർഘായുസുണ്ട്, എനിക്ക് ദിവ്യ. എന്റെ രോഗത്തോട് ഞാൻ ഇനി കോംപ്രമൈസ് ചെയ്യുന്നില്ല, എന്റെ രോഗത്തോട് ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഈ വാക്യം നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വേണം. ഈ വാക്യം കണ്ടുകൊണ്ടെന്ന് യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചു. ഈ വചനം കണ്ടുകൊണ്ടെന്ന് പ്രാർത്ഥിച്ചു. വചനം പറഞ്ഞു, ഞാൻ ബൈബിൾ ഇരമ്യാവിന്റെ പുസ്തകം 33:6 പറയുക, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം എനിക്ക് രോഗശാന്തി തരികയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുക. ശ്രദ്ധിച്ചു. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി എന്റെ ആരോഗ്യമാണ്. ദൈവത്തിന്റെ പദ്ധതി എനിക്ക് രോഗശാന്തിയാണ്. ദൈവത്തിന്റെ പദ്ധതി എനിക്ക് സമാധാനം തരുന്നതാണ്. എനിക്ക് ദൈവത്തിന്റെ പദ്ധതി സത്യത്തിന്റെ സമൃദ്ധിയിൽ എന്റെ നടത്തുക എന്നുള്ളതാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഞാനൊരു 2 പേപ്പർ, ഒരു ഷീറ്റ് പേപ്പർ സ്റ്റാപ്ലർ അടിച്ചു വെച്ചിട്ട് ആ ഒരു സ്റ്റാപ്ലർ വെച്ചേക്കുന്ന പേപ്പറിലേക്ക് ഒരു ബ്ലൂ കളറിൽ ആരംഭിക്കുന്ന ഒരു ഹെഡിങ് ഉള്ള ബ്ലൂ, അതായത് ഒരു പ്രിന്റ് ആണത്. ആ പ്രിന്റിന്റെ ഹെഡിങ് ആരംഭിക്കുന്നത് ബ്ലൂ കളറിലെ ഒരു പ്രിന്റിങ് ആരംഭിക്കുന്നത് സീൽ തുടങ്ങുന്ന ഒരു പേപ്പറാണ്. ആ പ്രിന്റിങ്ങിലെ ആദ്യത്തെ ലൈൻ തുടങ്ങുന്ന ഒരു സീൽ ആരംഭിക്കുന്ന ഒരു പേപ്പർ, ഒരു പേപ്പർ, 2 താളുകളുള്ള ഒരു പേപ്പർ. ആ ഒരു പേപ്പറുമായിട്ടുള്ള ഒരു കണക്ട് ചെയ്ത ഒരു വ്യക്തിയെ കർത്താവ് ഈ നിമിഷം സ്പർശിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. ആ 2 പേപ്പറിന്റെ ആദ്യത്തെ പേജിൽ ബ്ലൂ കളറിലെ ഹെഡിങ് സീൽ ആരംഭിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ഒന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. എന്റെ യേശുവേ, അങ്ങയുടെ വലിയ കൃപ ഇന്ന് തുറക്കുന്നല്ലോ. 1963 ജനിച്ച ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് പറയുക. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തുകൊണ്ടിരുന്ന വലിയ പരിശുദ്ധാത്മാവിന്റെ ഒരു ഓവർഫ്ലോ നമ്മുടെ മേലുണ്ട്. ഈ നിമിഷം നിങ്ങൾ ഭാരപ്പെടണം, നിങ്ങൾ സ്തുതിച്ചേ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. സകലതും നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്നത് കാണാൻ പറ്റും. സകലതും നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് തൊട്ട് സൗഖ്യമാക്കി അത്ഭുതമാക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും എന്ന് അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. വലിയ പ്രവർത്തികളാൽ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളോ ദൈവിക ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞു, പ്രയർ റിക്വസ്റ്റുകൾ ലൈവിൽ മാക്സിമം പറയാതിരിക്കുക. എന്തുകൊണ്ടെന്നാൽ ഈ സാക്ഷ്യം നമ്മൾ മുൻതൂക്കം കൊടുക്കുന്ന കാര്യം നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും ബലപ്പെടുവാനും ഇടയാത്തീരും. ആർക്കെങ്കിലും സാക്ഷ്യമോ ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ ചുരുക്കവാക്കുകളിൽ വലിച്ചു നീട്ടി പറയരുത്. ചിലർ ഇങ്ങനെ പറഞ്ഞു ആ കാര്യം വലിയ നീട്ടി പറയും. അങ്ങനെ പറയരുത്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പറ്റാൻ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാൽ. ബ്രദറെ, ഞാൻ പറഞ്ഞിട്ടെ ബ്രദറെ, 1986 മാർച്ചില് എന്റെ മോള് ദിവ്യയാണ്. ഈ ഡേറ്റിൽ കേൾക്കുന്നുണ്ടോ? ഒരു സെക്കൻഡ്, ആ സഹോദരി പറഞ്ഞോട്ടെ. പറഞ്ഞു. ഓക്കെ, പറഞ്ഞ സഹോദരി ഇവിടെ നിന്ന് മ്യൂട്ട് ആയ പോലുണ്ട്. പറഞ്ഞു തുടങ്ങിയ
ബ്രദർ ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു പേപ്പറിൽ രണ്ട് പേപ്പർ സ്റ്റാപ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്നു. സീൽ തുടങ്ങുന്ന ഹെഡിങ് അത് എന്റെ മകൻ എഴുതിയ പരീക്ഷയുടെ 2 ഗ്രൂപ്പ് എഴുതിയ പരീക്ഷയുടെ 8 പ്രാവശ്യം എക്സാം എഴുതി ഫെയിലായത് അവന്റെ പേപ്പറാണത്. അതിന്റെ മേലെ ആ പേപ്പർ അവന്റെ കയ്യിലില്ല. അവൻ എക്സാം എഴുതിയതേ ഉള്ളൂ. അവന്റെ പേപ്പറിന്റെ മേൽ ദൈവിക പ്രവൃത്തി അത്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവ് അവൻ ഉന്നതമായിരുന്നു. ഈ തവണ കർത്താവിന് എന്തെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് എനിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞില്ല, ദൈവാത്മാവ് അത് തൊടുകയാണ്, അത്ഭുതമായി പോവാണ്. ഇന്ന് കണ്ണുനീരോടെ അത് പറഞ്ഞെങ്കിൽ നാളെ സന്തോഷത്തോടെ സാക്ഷ്യം പറയുവാൻ പരിശുദ്ധ ആത്മാവ് ഇടയാക്കും. അത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവ് അത് സീൽ ചെയ്തിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അതോ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു എക്സാമാ. അതിനാകെ 7% ഒക്കെ പാസ് അവര് കൊടുക്കത്തുള്ളൂ. അങ്ങനെ എന്റെ കുഞ്ഞു ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഫെയിലാകുന്നതല്ല, പോകുക. അവനെ തെരഞ്ഞെടുക്കുന്നില്ല. മീൻസ് 7% അവൻ ഉൾപ്പെടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ കുഞ്ഞു നിരാശ കഴിയുക. അവന്റെ പേപ്പർ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് അത് തൊട്ട് കഴിഞ്ഞ യേശുവിന്റെ നാമത്തിൽ അത് ഏറ്റെടുത്തു. കർത്താവ് അത് വലിയ കാര്യങ്ങളെ ചെയ്യും. ഈ സഹോദരിക്ക് വേണ്ടത് ഇടപെട്ടത് കേട്ടോ. ധൈര്യമായിട്ട് കർത്താവിന്റെ നാമത്തിൽ അത് പ്രാർത്ഥിച്ചു എന്ന് കേട്ടതുപോലെ ഇന്ന് മുതൽ വചനം വിളിച്ചു പറഞ്ഞ് ദൈവത്തെ ശ്രദ്ധിച്ച് ആരാധിച്ചാൽ മതി. ഇനി എത്ര വലിയ ആര് തടയാൻ നോക്കിയാലും അത് അത്ഭുതമാക്കി കർത്താവ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. അനുഗ്രഹിക്കട്ടെ. ആമേൻ. 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 എന്റെ മോളുടെ പേര് ബ്രദറെ, എന്റെ മോള് 1986 മാർച്ചിലാ ജനിച്ചിരിക്കുന്നത്. ഏറ്റെടുത്ത് വെച്ച കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ആ കുടുംബത്തിന്റെ മേൽ വലിയൊരു അനുഗ്രഹത്തെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോണ്. അതുമായിട്ട് ബന്ധപ്പെട്ടെടുത്തു. യേശുവിന്റെ നാമത്തിൽ അത് സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും കേട്ടോ. ഞാനിപ്പോ മോളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. പ്രാർത്ഥിച്ചോ, മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റാരെങ്കിലും അതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് ഏറ്റെടുത്തോണം. കാര്യം സ്പെസിഫിക് ആയിട്ട് പേരുകൾ വെളിപ്പെടുത്താത്തത് കൊണ്ട് അത് ആർക്കും ഏറ്റെടുക്കാം. അതുമായിട്ട് ഡേറ്റുമായിട്ട് സാമ്യം നിൽക്കുന്നത് സാമ്യമല്ല, അതുമായിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റും. ആലോചന കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോണം. ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹത്തെ തുറക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് കേട്ടതുപോലെ വേറൊന്നും ചെയ്യേണ്ട. വചനം പറഞ്ഞ് ദൈവത്തെ പാടി സ്തുതിച്ചാൽ മാത്രം മതി. വാതിലുകളെ ദൈവം തുറക്കാൻ ശക്തനാണ്. ആമേൻ. എന്തോ പറഞ്ഞു 63 ഞാൻ ജനിച്ചിട്ടുണ്ട്. 63 ജനിച്ച ആളാണോ? ഞാൻ 63 ജനിച്ചൊരു പേര് കർത്താവ് വെളിപ്പെടുത്തിയ പേര് ജോൺ എന്തോ പറഞ്ഞോ പേര് നോക്കാം. ജോൺസ് എന്ന് പറഞ്ഞൊരു പേരും കൂടെ വെളിപ്പെട്ടായിരുന്നു. അത് ഞാൻ പറയാം, ചിലപ്പോൾ നമുക്ക് കർത്താവ് സ്പെസിഫിക് ആയിട്ട് വെളിപ്പെടും. അപ്പൊ അത് ശ്രദ്ധിച്ചോണം കേട്ടോ. ഡേറ്റും പേരും. 63 ജനിച്ച എന്റെ കസിൻ ബ്രദറാണ്. കസിൻ ബ്രദർ ആണോ? ഏറ്റെടുത്ത് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഡേറ്റ് ഓഫ് ബർത്തും പേരും ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുടുംബത്തിൽ കർത്താവ് വലിയൊരു ദൈവപ്രവർത്തി അവിടെ പറഞ്ഞോണം. കർത്താവ് ഈ ദിവസങ്ങളിൽ ആ കുടുംബത്തിന്റെ മേൽ വലിയൊരു പ്രവൃത്തി അയക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്ന രീതിയിൽ ദൈവം അത് ചെയ്യുമെന്ന് പറയണം കേട്ടോ. കുഞ്ഞുങ്ങളില്ല, പ്രാർത്ഥിച്ചോണം അവർക്ക് വേണ്ടി. കർത്താവ് അതാണ് ദൈവാത്മാവ് ഇടപെട്ടോ. നമ്മൾ ധൈര്യത്തോടെ പോയി ആലോചന മുറുകെ മതി. അനുഗ്രഹമാക്കി കേട്ടോ. ആമേൻ. കർത്താവ് എന്റെ മോള് ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞു. എന്റെ മോള് 86 മാർച്ചിലാണ് ദിവ്യ ജനിച്ചത്. അവളെ ഇത്തിരി പ്രയാസത്തിലും ദുഃഖത്തിലും ഒക്കെയാണ് പാസ്റ്ററെ. തീർച്ചയായിട്ടും ഏറ്റെടുത്തോണം. ഈ ദിവസങ്ങളിൽ കർത്താവ് ഞാൻ ആ ആലോചന ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ ഭവനത്തിലേക്ക് ഞാൻ ഏറ്റെടുക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആ ആലോചനയുടെ മുഴുവൻ അനുഗ്രഹത്തെ ഞാൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആമേൻ. അതെ. ഞാൻ സ്വീകരിക്കുന്ന ആലോചനയെ കൂടെ എന്റെ ഭവനത്തിൽ കേട്ടോ. എന്റെ പേര് സ്മിത എന്നാണ്. എല്ലാരും കൂടെ അത് പറയല്ലേ. പറഞ്ഞു ബ്രദറെ, എന്റെ പേര് സ്മിത എന്നാണ്. ദേവദാസൻ ഈ ആരാധനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ട് ഇപ്പൊ ഒരു 5-6 വർഷം ആയി. പക്ഷെ ഒരു 2 വർഷം മുന്നേ വരെ എന്ന് പറഞ്ഞാൽ കുറച്ച് പേരിന്റെ അടുത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമായിരുന്നു. പക്ഷെ ഈ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഞാൻ ഒരു പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ട് റൂമിൽ കൊണ്ടുവന്ന് ഞാൻ ഈ പ്രാർത്ഥനാ വിഷയത്തിൽ തുടങ്ങി ഞാൻ ആരാധിക്കാൻ പോവാ.
ഞാൻ ആരാധിച്ചു കഴിയുമ്പോൾ നീ ഇതിന് സൗഖ്യം കൊടുത്തത് ഞാൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ ആരാധിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം മൊത്തം എനിക്ക് പ്രാർത്ഥനാ വിഷയത്തിന്റെ റിസൾട്ട് അവരെന്നെ ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞു. കാര്യം വർഷങ്ങളായിട്ടുള്ള തുമ്മല് മാറി, വർഷങ്ങളായിട്ട് അവർക്ക് പലതരം അസുഖമായിരുന്നു, മദ്യപാനം മാറി എന്നെല്ലാം ഇവരെന്നോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ ഈ ബ്രദർ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് ആലോചിച്ചു, ആ ആരാധനയിലാണ് ദൈവം അത്ഭുതം ചെയ്തതെന്ന് എന്നെ വീണ്ടും ഒന്നും കൂടെ ഉറപ്പിക്കാൻ ദൈവം ഇടതന്നു. ദൈവത്തിന് കോടി കോടി നന്ദി, സ്തോത്രം. തീർച്ചയായും ഇനിയും കർത്താവിനെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. അനേകരെ നേടുവാനും സാക്ഷ്യമാകുവാനും കർത്താവ് ഇടയാക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. പക്ഷേ ഞാൻ 1963 ജനിച്ചത്. എൻ്റെ പേര് പ്രസന്ന. പേര് ശ്രദ്ധിച്ചാൽ 1963 ജനിച്ച ജോൺസൺ എന്നുള്ള വ്യക്തിയാണ് കർത്താവ് സ്പർശിക്കുന്നു പറഞ്ഞായിരുന്നേ. പേരും കൂടെ നോക്കണേ, അടയാളം കൂടെ ശ്രദ്ധിച്ചോണേ കേട്ടോ. സ്തോത്രം. സ്തോത്രം. കർത്താവ് അടയാളം നോക്കണേ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു ആരാധനയ്ക്ക് പോകാനായിട്ട് വിളിക്കുന്നത് ബാത്റൂമിലേക്ക് ഓടണം നിർത്തി വർക്കരിയിൽ അങ്ങനെ കളിച്ച് ഇല്ലാത്തതെല്ലാം ലീവ് ഉണ്ടായി. എനിക്ക് തലയ്ക്ക് കണ്ടതിന് ഒന്നും പറ്റിയില്ല. അതിന്റെ എല്ലാം മടങ്ങി ചെറിയ വേദന ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ദൈവം ഇന്ന് കൈകളിൽ കാണി നന്ദി പറയുന്നു. കർത്താവ് എന്ന് സുരക്ഷിതമായ കർത്താവ് എന്ന് സൂക്ഷിച്ചത് നന്ദി പറയുന്നു. അനർത്ഥത്തിന്റെ രക്ഷിച്ചത് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവിന്റെ മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ, 2 ദിവസം മുമ്പ് ബ്രദർ പ്രസംഗത്തിന്റെ ഇടയിൽ പറഞ്ഞ് റേച്ചലിന്റെ നിന്നെ ഉരുട്ടിക്കളയാൻ പോവുകയാണെന്ന്. അതെന്റെ ചേച്ചിയുടെ മോളാണ്. കുറച്ച് വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് മക്കളുണ്ടായിട്ടില്ല ഇതുവരെ. ആ വിഷയം അന്ന് ഞാനത് ഏറ്റെടുത്ത് ഞാനത് വോയിസ് മെസ്സേജ് ഇട്ടായിരുന്നു ബ്രദറിന്, പക്ഷെ ബ്രദർ അത് കണ്ടില്ല. ഓക്കെ, അത് പ്രാർത്ഥിച്ചോണം. ആ കുടുംബത്തെ പോയിട്ട് പറയണം, കർത്താവ് നിന്ന യേശു മാറ്റാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറയണം. ആ കർത്താവ് ആ ഉദരത്തെ തുറക്കും കേട്ടോ. പറയണം, പോയി ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് നല്ല സുഖമില്ല, പിന്നെ എനിക്ക് ഒത്തിരി മാനസികമായിട്ട് ബാധകളുണ്ട്. എൻ്റെ മോന് കുഞ്ഞുങ്ങളില്ല. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി തന്നെ തലമുറയെ ഉദരം തുറക്കട്ടെ, എല്ലാ ശാരീരിക സൗഖ്യമാകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസം പറയാൻ വേണ്ടിയാണോ? ബ്രദറെ, എനിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം ബ്രദറോട് ഞാനൊരു സാമ്പത്തികമായ കുറച്ച് പൈസ ഒരാൾക്ക് കൊടുക്കാനുള്ളത് അവര് ഭയങ്കര പ്രശ്നമാക്കുന്നു എന്നുള്ളൊരു മോശം വാക്കുകളടക്കം പറഞ്ഞ്. അപ്പോൾ ബ്രദർ എന്നിട്ട് ഈ മീറ്റിങ്ങിൽ പ്രാർത്ഥിച്ചിരുന്നു. അത് അവര് 2-ാം തീയതി അടുത്ത മാസം ഓഗസ്റ്റ് 2-ാം തീയതിത്തേക്ക് തരാമെന്ന് പറഞ്ഞ് അവര് വളരെ ശാന്തമായി. അന്ന് അതൊരു പെൻഷൻ ഡേറ്റാണ്. ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആ ദിവസത്തേക്ക് അവർ ഏകദേശം പറഞ്ഞ് രമ്യതയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ സാക്ഷ്യമായിട്ട് ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറയുന്ന കർത്താവിന് കോടി കോടി നന്ദി. ബ്രദറിന് പ്രാർത്ഥിച്ചതിന് ഒരുപാട് നന്ദി. ഈ സൂം മീറ്റിംഗിൽ ഞാൻ കയറാൻ തുടങ്ങിയിട്ട് ഈ മാസം 15-ാം തീയതിയാണ് കയറാൻ തുടങ്ങുന്നത്. ഞാൻ 8 വർഷമായി സ്നാനപ്പെട്ടിട്ട്. ഞാൻ ഹിന്ദു മതത്തിലുള്ളതാണ്. പക്ഷേ വചനത്തിൻ്റെ ശരിയായ വ്യാഖ്യാനവും എന്താണ് വചനം എന്നും ഒക്കെ മനസ്സിലായത് ബ്രദറിൻ്റെ ഇതിൽക്കൂടെ കയറിയതിന് ശേഷം, സൂമിൽ കയറി ബ്രദറിൻ്റെ പ്രാർത്ഥന കേട്ടതിന് ശേഷം മാത്രമാണ് എനിക്ക് മനസ്സിലായത്. അതിനു മുമ്പ് ഒക്കെ ഒരുപാട് വചനങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിലും എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിയായ ഒരു അറിവ് കിട്ടിയത് ബ്രദറിൻ്റെ ഈ പ്രാർത്ഥനയിൽ നിന്നാണ്. അതിലിടയ്ക്ക് ഒരു കാര്യം ഞാൻ ബ്രദറോട് ചോദിക്കുന്നു. എൻ്റെ അനുജത്തിയുടെ മകള്, അവൾക്കൊരു ഇതിൻ്റെ നമുക്ക് ഏത് ബുക്കാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വചനമുള്ള ഏത് PUC ബൈബിളാണോ, ഏത് ബൈബിളാണോ ഒരു ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. അവളുടെ
വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവളൊരു ഏത് ബൈബിളാണ് ലളിതമായ ഭാഷയിലുള്ളത് എന്ന് ചോദിച്ചു. ബ്രദർ അത് തീർച്ചയായിട്ടും പറയണം. സത്യവേദ പുസ്തകം ബൈബിൾ സൊസൈറ്റി വാട്സപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് ബ്രദർ എടുക്കുന്ന ദിവസം കുഴപ്പമില്ല സിസ്റ്റർ. അത് സത്യവേദ പുസ്തകമുണ്ട്. അത് ബൈബിൾ സൊസൈറ്റിയിൽ എവിടെ ചെന്നാലും കിട്ടും. അത് സത്യവേദ പുസ്തകം കുറച്ചും ക്ലിയർ ആണ്, അർത്ഥങ്ങൾ കുറച്ചും ക്ലിയർ ആണ്. അത് മേടിച്ചാൽ മതി കേട്ടോ. സത്യവേദ പാസ്റ്റർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. എന്റെ മോളെ ജിൻസിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ മാസം ഈ മാസം 14-ാം തീയതി പറഞ്ഞിരുന്നു. ഫാസ്റ്റർ അത് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു, സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചോളാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മകളുടെ സർട്ടിഫിക്കറ്റ് അയക്കാൻ പറഞ്ഞു വിളിച്ചായിരുന്നു. അതിന്റെ സ്തോത്രം ഇനിയും പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരുന്നു. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് തുറന്ന വഴിക്ക് നന്ദി പറയുന്നു. അത്ഭുതത്തിനായി സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ജൂൺ 17-ാം തീയതി മുതൽ കയറി ഞാൻ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു അസുഖത്താലുള്ള ഒരാളാണ്. അന്ന് മുതൽ എനിക്ക് വലിയ മാറ്റമുണ്ട്. എനിക്ക് നല്ല ഒത്തിരി വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. വണ്ണമൊക്കെ കുറഞ്ഞു. പക്ഷെ ഇപ്പോൾ എന്താന്ന് വെച്ചാൽ മസിൽസിന് ടെമ്പറായി ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ട്. വല്ലാത്തൊരു വേദന ശരീരത്തിന്. പേശികൾക്കൊക്കെ നല്ല വേദന അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. കർത്താവെ സ്വർഗീയ നല്ല പിതാവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യമാക്കി നന്ദി പറയുന്നു. കർത്താവ് തൊട്ട് വിടിവെച്ചത് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പം തന്നെ പറഞ്ഞത് കർത്താവിന്റെ തിരുമുറിവിൽ സൗഖ്യം വന്നിരിക്കുന്നതന്നെ പറഞ്ഞു കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി പറയാൻ? സൗഖ്യം വന്നിരിക്കുന്ന സ്തോത്രം സ്തോത്രം. മറ്റാരെങ്കിലും ഉണ്ടോ പറയാൻ സാക്ഷി? ഒന്ന് പറഞ്ഞോട്ടെ പാസ്റ്റർ. ഒരു എന്റെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ഇന്ന് വന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ കുട്ടിക്ക് തലയിലും ഒരു വല്ലാത്ത പ്രശ്നമാണ്. അത് പിന്നെ തലയൊന്നും അനക്കാൻ വയ്യ. ഒരു സൈഡൊക്കെ സ്തംഭിച്ചു പോയി. പിന്നെ ഇത്തിരി ശരിയായി വന്നതാണ്. ഇപ്പൊ സ്കൂട്ടറിൽ നിന്നൊക്കെ വീണ് തല ചുറ്റി. അങ്ങനെ പുള്ളിക്ക് ഈ ചെവി കേൾക്കാൻ പറ്റുന്നില്ല നേരെ. ഇതിൽ ഈ സൂം മീറ്റിംഗിൽ കാണും മിക്കവാറും. ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണേ പാസ്റ്ററെ. ക്ഷമിക്കണേ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരുമിച്ച് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ആ വേദനയാൽ ഭാരപ്പെടുന്ന ആളുണ്ടെങ്കിൽ ആ ചെവിയിലൂടെ കൈവച്ചോണം, തലയിൽ നിന്ന് കൈവച്ചോണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്ന വചനത്താൽ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി പറയണം, എന്റെ ഈ രോഗത്തെ, എന്റെ ഈ വേദനയെ യേശു ക്രൂശിൽ വഹിച്ചത് കൊണ്ട് കർത്താവ് ഏറ്റ മുറിവ് എന്റെ സൗഖ്യമാണ് എന്ന് കേട്ടതുപോലെ എനിക്ക് ആരോഗ്യം വരുന്ന ദൈവമാണ്. ഞാൻ ആ അത്ഭുതത്തെ സ്വീകരിക്കുന്നു. യേശു എന്നെ സൗഖ്യമാക്കിയത് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? എന്റെ ഹസ്ബൻഡിന് ഒരു പനി വന്നതിന് ശേഷം ഭയങ്കര മേലാകെ ചൊറിച്ചലായിരുന്നു. അപ്പൊ ഈ ഭർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇപ്പൊ ആ ചൊറിച്ചലൊക്കെ മാറി. ഒരു ഡോക്ടറിനെ കാണാണ്ട് തന്നെ മാറിപ്പോയി. നന്ദി കർത്താവേ, സ്തുതി. ആമേൻ. നന്ദി കർത്താവേ, സൗഖ്യമാക്കിയത് നന്ദി പറയുന്നു. അത്ഭുതകരമായി തന്നെ ദൈവം തൊട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ബ്രദറെ, എന്തോ? ഞാൻ തുടർച്ചയായിട്ട് ഇപ്പൊ സൂം മീറ്റിംഗിൽ കയറുന്നുണ്ട്. എന്റെ പേര് ലീന പീറ്റർ. കഴിഞ്ഞ ദിവസം എന്റെ മോന്റെ വിഷയത്തിൽ പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ സാക്ഷി പറഞ്ഞതായിരുന്നു. എങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ കുഞ്ഞിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യത്തെ പറ്റി പാസ്റ്ററോട് ഞാൻ വോയിസ് മെസ്സേജ് പ്രാർത്ഥനാ വിഷയം എഴുതി കൊടുത്തായിരുന്നു. കുഞ്ഞ് വളരെ ദൂരെ സ്ഥലത്തായിരുന്നു. അവന് +1 അഡ്മിഷൻ കിട്ടിയത്. എന്നാൽ ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എന്റെ കുഞ്ഞിനെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ സ്കൂളിൽ കിട്ടി. അത് ദൈവത്തിന്റെ നാമത്തിൽ ഒത്തിരി നന്ദി പറയുന്നു. ദൈവം തന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച ദൈവമക്കൾക്കും ബ്രദറിനും നന്ദി പറയുന്നു. താങ്ക് യു. നന്ദി കർത്താവ്. വലിയൊരു ഭാരമത്തെ വിഷയമായിരുന്നു കുഞ്ഞിനെ കർത്താവിന് കൊടുത്ത അത്ഭുതകരമായിട്ടുള്ള നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഓക്കേ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ
നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞു. പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ നിമിഷം എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.